2-3 ദിവസം വിനുവിനെ കണ്ടിട്ട് ഞാൻ എത്ര സമയം ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നറിയോ? ഡാഡിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, ചെറിയൊരു അറ്റാക്ക്. എന്നിട്ടിപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ കുറവുണ്ട്. കുറച്ചു ദിവസം ആശുപത്രി കിടക്കേണ്ടി വരും. ഞാൻ ഡാഡിക്ക് കാപ്പിയായി പോവാ. എനിക്കൊന്ന് ഡാഡിയെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഡാഡിയുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ ആളല്ലേ? ഇനി കണ്ടാൽ തൊണ്ടിയോടെ പിടിച്ചു തന്നെ. ഞാനിന്നലെ നമ്മുടെ ബാലയെന്നെ അമ്മായച്ചനെ കണ്ട്. താൻ ആശുപത്രിയിലാണെന്നുള്ള വിവരം പറഞ്ഞു. വൈകിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാം മൂപ്പിലെ. താൻ എല്ലാവരോടും പറഞ്ഞ് എന്നെ ഒരു മഹാരോഗിയാക്കുമല്ലോ. എടാ, ഇതൊന്നും അത്ര വലിയ കാര്യമുള്ളതല്ല. ആ എന്നും പറഞ്ഞ് താനിരുന്നു. ഇവൻ ആളല്പം പെശക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മകന്റെ കല്യാണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് വീട്ടിലേക്ക് വരുമൊന്നും വേണ്ട. കല്യാണം വേണേ 2 ആഴ്ച നീട്ടി വെക്കാം. കല്യാണം ഒന്നും മാറ്റി വെക്കണ്ട. ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വരാം. മോളിങ്ങി വന്നേ. വാ മോളെ. ഏതായി കുട്ടി? മിടുക്കി. ആള് കൊച്ചാണെങ്കിലും കാന്താരിയാണല്ലോ. മോളുടെ പേരെന്താ? ആ വലിയ പവറൊന്നും കാണിക്കണ്ട, വേണം ഇന്നാ. മോള് ബെഡിൽ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്ക. അതിന് രമ്യ മോൾക്ക് അസുഖമൊന്നുമില്ലല്ലോ. പിന്നെ മോൾ ആരുടെങ്കിലും കൂടെ വന്നാണോ? അല്ല, ഞങ്ങൾ ഈ ആശുപത്രിയുടെ അടുത്ത് താമസിക്കുന്നേ. സൂശിയാണ്ടിയില്ലേ, ഇവിടുത്തെ നേഴ്സാ. സുഖമില്ലാതെ കിടക്കുന്ന രോഗികളെ ഞാൻ ദിവസവും വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇവളാളൊരു കൊച്ചു മദർ തെരേസ ആകുന്ന ലക്ഷണം ഉണ്ടല്ലോടോ. അങ്കിൾ, ഈ പോക്കുള്ള അങ്കിൾ ആരാ? അത് കൊള്ളാം. അച്ഛനെ മോനെ നീ അങ്കിളെന്ന് വിളിച്ചാലോ? മോൾ എന്നെ മുത്തശ്ശാന്ന് വിളിച്ചാ മതി. മുത്തശ്ശൻ വെച്ചാ എന്തുവാ? അച്ഛന്റെ അച്ഛൻ. അപ്പൊ മുത്തശ്ശൻ എന്റെ അച്ഛന്റെ അച്ഛനാ? ചേടാ, ഇവളാകെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങളാണല്ലോ ചോദിക്കുന്നത്.